മുറ്റത്ത് നിർത്തിയിട്ടിട്ടുള്ള ബുള്ളറ്റിലേക്ക് നോക്കിയാണ് മാധവൻ പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങിയത്. സാർ, എന്നാ ഞാൻ? ജീപ്പിലെ ഡ്രൈവർ പോലീസുകാരൻ മാധവനെ നോക്കി പോകാൻ അനുവാദം ചോദിച്ചു. ഇന്നത്തെ പോലെ നാളെയും നേരം വൈകിത്തന്നെ വരണം, കേട്ടല്ലോ? ശരി, സോറിയില്ല സാർ. ഡ്രൈവർ നാവ് കടിച്ചുകൊണ്ട് പറഞ്ഞു. മാധവൻ എന്തോന്നടേ എന്ന രീതിയിലൊന്ന് നോക്കി. ഡോ, തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നാളെ നേരത്തെ വന്നില്ലെങ്കിൽ താൻ എന്റെ തനിക്കുണം കാണും, പൊക്കോ. മാധവനിൽ നിന്നും പോകാൻ അനുവാദം കിട്ടിയതും അയാൾ ജീപ്പുമെടുത്ത് പെട്ടെന്ന് സ്ഥലം വിട്ടു. ഇതാരുടെ ഈ ബുള്ളറ്റെന്നാലോചിച്ച് തലയിൽ നിന്നും തൊപ്പിയൂരി മാധവൻ മുന്നോട്ടു നടന്നു. 2 വട്ടം കോളിംഗ് ബെല്ലടിച്ചതും പാർവതി ഉമ്മറത്തെ വാതിൽ തുറന്നു. പാറു, ആരുടെ ഈ ബുള്ളറ്റ്? കൈയിലുള്ള തൊപ്പി പാർവതിയുടെ കൈയിൽ കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറുന്നതിനിടെ മാധവൻ ചോദിച്ചു. ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാ മതിയോ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ മാധവന്റെ കണ്ണുകൾ അതിശയത്താൽ വിടരുന്നത് വിച്ചു ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. കൂടെ പാർവതിയും. ഡാ, നീ ഇതപ്പോ? അവൻ അതും പറഞ്ഞ് നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന് വിച്ചുവിനെ കെട്ടിപ്പിടിച്ചു. അവനും മാധവനെ തിരിച്ചൊരു ചിരിയോടെ ഇറുക്കെ പുണർന്നു. പിന്നീട് കുറച്ചുനേരം 3 പേരും വിശേഷം പറഞ്ഞിരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും മാധവനെ ഉന്തിത്തള്ളി കുളിക്കാൻ പറഞ്ഞുവിട്ടു. അല്ലെങ്കിൽ വിച്ചുവിനോട് സംസാരിച്ചിരിക്കേയുള്ളൂ എന്ന് പാർവതിക്കറിയാം. മാധവൻ കുളി കഴിഞ്ഞ് വേഷം മാറി കണ്ണാടിക്കു മുമ്പിൽ നിന്ന് തലമുടി ചീകുമ്പോഴാണ് പാർവതി അങ്ങോട്ട് വന്നത്. എന്തായാലും അവൻ വന്നതോടെ തന്റെ മുഖത്തിന് മുന്നത്തേക്കാൾ തെളിച്ചമുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ഉഷാറും കൂടിയിട്ടുണ്ട്. മാധവൻ പാർവതിയെ നോക്കി കളിയായി പറഞ്ഞതാണെങ്കിലും അതിൽ സത്യമുണ്ടായിരുന്നു. മാധവേട്ടൻ പറഞ്ഞത് നേരാ. അവനെ കണ്ടതുമുതൽ എനിക്കെന്തോ ഒരു തരം എന്തപ്പാ ഞാൻ പറയാ? അവർക്ക് വാക്കുകൾ കിട്ടിയില്ല പറയാൻ. എനിക്കും അങ്ങനെ തന്നെയാടോ. അതിന് കാരണം അവനോടുള്ള നമ്മുടെ സ്നേഹമാണ്. താനവന് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി കൊടുത്തോ? പിന്നില്ലാതെ കഴിക്കാനും കൊടുത്തു. അവനെ വാരിക്കൊടുത്ത് കഴിപ്പിക്കുകയും ചെയ്തു. ചെറുപ്പത്തിൽ അവനെ എത്ര ഊട്ടിയ കയ്യാ. രേണുക കൊടുത്താൽ കഴിക്കില്ലായിരുന്നു അവൻ. വാശു പിടിച്ച് കരയുമെന്തിന്, ഞാൻ ഒക്കത്ത് വെച്ച് കഴിപ്പിക്കാൻ. പഴയ ഓർമ്മകളിൽ പാർവതിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മാധവൻ അടുത്തേക്ക് ചെന്ന് പാർവതിയെ ചേർത്തു പിടിച്ചു. അവനിപ്പോ പഴയ തന്റെ വിച്ചുക്കുട്ടനല്ല, വലുതായി, ഒരു പെണ്ണ് കെട്ടാനുള്ള പ്രായമായി. മാധവൻ പാർവതിയെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. പക്ഷേ എന്റെ ഉള്ളിൽ അവനിപ്പോഴും ആ കുസൃതി കുറുമ്പൻ തന്നെയാ. പാർവതി മാധവനെ നോക്കി പറഞ്ഞു. പിന്നെ മാധവേട്ടാ, ഞാൻ വന്ന കാര്യം പറയാൻ വിട്ടു. രാത്രിയിലേക്ക് ഇറച്ചിയോ മീനോ വാങ്ങി വരണം. വിച്ചുള്ളതല്ലേ, വേറെയും അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങാനുണ്ട്. പാർവതി മാധവനെ നോക്കി പറഞ്ഞു. എന്നാ പാഞ്ചെന്ന് വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിക്കോ, ഞാൻ അപ്പോഴേക്കും വരാം. പാർവതി ശരി എന്ന മട്ടിൽ തലയാട്ടി നേരെ അടുക്കളയിലേക്ക് നടന്നു. മാധവനും വിശാലും കൂടി കാറെടുത്താണ് ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ 2 പേരും പാർവതി എഴുതിക്കൊടുത്ത സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചെത്തി. ബിരിയാണി ഉണ്ടാക്കാനാണ് പാർവതി പ്ലാനിട്ടിരുന്നത്. പാർവതിയെ ഹെൽപ്പ് ചെയ്യാൻ മാധവനും വിച്ചുവും കൂടി. ചിക്കൻ കറി ഉണ്ടാക്കാൻ പാർവതി മുറിച്ചുവെച്ച തക്കാളി 2 പേരും വർത്തമാനത്തിനിടയിൽ തിന്നു തീർക്കുന്നത് കണ്ട പാർവതി 2നെയും അടുക്കളയിൽ നിന്നും ഓടിച്ചുവിട്ടു. എങ്കിലും ഇടയ്ക്ക് 2 പേരും അടുക്കളയിലേക്ക് വന്നെത്തി നോക്കിയിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം തന്നെ നല്ല ആവി പറക്കുന്ന ബിരിയാണിയും സാലഡും നാരങ്ങാച്ചാറും കാച്ചിയ പപ്പടവും ഡൈനിങ് ടേബിളിൽ നിരന്നു. വിശാലും മാധവനും പെട്ടെന്ന് തന്നെ കൈ കഴുകി വന്നിരുന്നു. പാർവതി അവർക്ക് പ്ലേറ്റ് വെച്ച് ഓരോന്നായി വിളമ്പിക്കൊടുത്തു. ശേഷം പാർവതിയും ഒരു പ്ലേറ്റ് എടുത്ത് അവരുടെ കൂടെയിരുന്നു. പാർവതി മാത്രം ഉച്ചയ്ക്കത്തെ ചോറാണ് കഴിക്കുന്നത്. ചേച്ചിയമ്മയുടെ ഈ ശീലങ്ങൾക്ക് മാത്രം ഒരു മാറ്റമില്ല, അല്ലേ? ഉച്ചയ്ക്കത്തെ ചോറുണ്ടെന്ന പാർവതിയെ നോക്കി വിച്ചു ചോദിച്ചു. പാർവതി നോൺവെജ് കഴിക്കില്ല. എവിടെ, അതിന് മാത്രം ഒരു മാറ്റവുമില്ല. അതുകൊണ്ടെന്താ പ്രശ്നം? ഈ മനുഷ്യന് ഇറച്ചിയോ മീനോ കഴിക്കണമെങ്കിൽ വല്ല ഹോട്ടലിൽ പോണം. മാധവൻ തമാശയ്ക്കൊരു പരാതി പറഞ്ഞു. ഇങ്ങേര് വെറുതെ പറയുന്നതടാ. എല്ലാ ഞായറാഴ്ചയും ഇറച്ചിയോ മീനോ എന്തേലൊന്ന് വാങ്ങിവരും, എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? പാർവതി പറയുന്നത് കേട്ട് വിച്ചു ഒന്ന് ചിരിച്ചു. 3 പേരും വീണ്ടും സംസാരിച്ച് കഴിക്കൽ തുടർന്നു. വിശാലിന്റെ പ്ലേറ്റ് കാലിയാകുന്നതിനു മുൻപ് പാർവതി വീണ്ടും അവന് വിളമ്പിക്കൊടുത്തു. അയ്യോ, മതി, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. പ്ലേറ്റിലേക്ക് വീണ്ടും ബിരിയാണി ഇട്ടത് കണ്ട് വിച്ചു പാർവതിയെ നോക്കി പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്നെ കണ്ടാ അറിയാം, ഭക്ഷണം ഒന്നും ശ്രദ്ധിക്കാതെ ഈ ക്യാമറയും തൂക്കിയുള്ള നടപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഇത് മുഴുവൻ കഴിച്ച് നീ എണീറ്റാ മതി. പാർവതി പറഞ്ഞത് കേട്ട് അവൻ ദയനീയതയോടെ മാധവനെ നോക്കി. മാധവനാണെങ്കിൽ നീ പെട്ടടാ മോനെ എന്ന എക്സ്പ്രഷനിട്ട് വേഗം കൈ കഴുകാൻ എഴുന്നേറ്റു. ഈ ഉത്സവത്തിനും നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഇല്ലല്ലോടാ. രോഗികളെ തട്ടി അവിടെ നടക്കാൻ പറ്റുന്നില്ല നിന്റെ അച്ഛന്? കൈ കഴുതി തിരികെ അവിടേക്ക് വന്ന മാധവൻ ചോദിച്ചു. ശ്രുതിമോളെയൊക്കെ കാണാൻ കൊതിയാവുന്നുണ്ട്, പാർവതി വിച്ചുവിനെ നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞത് അച്ഛനോട് ഈ വർഷമെങ്കിലും ഒരുമിച്ചിങ്ങോട്ട് വരാമെന്ന്.
നോക്കാം പോകാമെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയപ്പോഴേ പ്ലാൻ നടക്കില്ലെന്ന് എനിക്ക് തോന്നി. അതാ പെട്ടിയും തൂക്കി ഞാനിങ്ങ് പോന്നത്. വിച്ചു അവരിരുവരെയും നോക്കി. അവരൊരു ചിരിയോടെ അവന്റെ സംസാരത്തെ കേട്ടിരുന്നു. അടുത്ത ദിവസത്തെ ഒരു പുലരി. മൂടി പുതച്ച് സുഖമായി കിടന്നുറങ്ങുകയായിരുന്ന വിച്ചു പുറത്തുനിന്നുള്ള ചിലങ്കയുടെ ശബ്ദം കേട്ടാണ് പെട്ടെന്നവൻ ഉറക്കമുണർന്നത്. ചേച്ചിയമ്മ ആർക്കോ ഇവിടെ ഡാൻസ് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞത് അവനപ്പോൾ ഓർമ്മ വന്നു. ദേഹത്തു നിന്നും പുതപ്പെടുത്തു മാറ്റി അവൻ ഉറക്കച്ചടവോടെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ഒരു 3/4 കോളർ ടൈപ്പ് ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം. മുടി അലക്ഷ്യമായി കിടക്കുന്നു. അവൻ മുറിയിൽ നിന്നും ഇറങ്ങി പാർവതിയെ അന്വേഷിച്ച് നേരെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലേക്ക് കടന്നതും അവൻ ആരുമായോ പെട്ടെന്ന് കൂട്ടിമുട്ടി. ആ നിമിഷം അവളുടെ കൈകളിൽ നിന്നും നിലത്തേക്ക് വീണ ചിലങ്കയുടെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങി. മുഖമുയർത്തി നോക്കി അവൻ കണ്ടു കൺമഷി എഴുതിയ ഉണ്ട കണ്ണുകളെ. അവളുടെ നോട്ടവും ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് മാത്രമായി നീണ്ടു. താനിതങ്ങോട്ട് നോക്കിയാ നടക്കുന്നേ, എന്താ കണ്ണു കാണില്ലേ? അവൾ അവനു നേരെ ദേഷ്യത്തിൽ ചോദ്യമെറിഞ്ഞു. പക്ഷെ അവൻ മറുപടി പറയാതെ അവളുടെ കണ്ണുകളിൽ ഉടക്കിക്കിടക്കുകയായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? എന്താ ചെവി കേൾക്കില്ലേ? എന്റെ താഴെ വീണ ചിലങ്ക ഇങ്ങെടുത്തു തന്നെ. അവൾ അവന്റെ മുഖത്തിനു നേരെ വിരൽ ഞൊടിച്ചു പറഞ്ഞതും അവൻ സ്വയം ബോധം വീണ്ടെടുത്ത് അവളുടെ താഴെ കിടക്കുന്ന ചിലങ്കയിലേക്ക് നോക്കി. അവൻ താഴെ വീണുകിടക്കുന്ന 2 ചിലങ്കയും എടുത്തു. പക്ഷെ അവൾ കൈ നീട്ടിയെങ്കിലും അവൻ അവൾക്കത് തിരികെ കൊടുത്തില്ല. ചിലങ്ക എങ്ങ് തന്നെ. അവൻ ചിലങ്ക തരുന്നില്ലെന്ന് കണ്ടതും അവൾ ചോദിച്ചു. ഇല്ലെങ്കിൽ? അവനൊരു പുഞ്ചിരിയോടെ ചിലങ്കയിൽ തഴുകി അവളെ നോക്കി ചോദിച്ചു. ഇയാൾ ഏതാ ഇതിനു മുന്നോടെ കണ്ടിട്ടില്ലല്ലോ, കളിക്കാതെന്റെ ചിലങ്ങിങ്ങ് തിരികെ തന്നെ. വിശാൽ അവൾക്ക് മറുപടി നൽകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് പാർവതി വന്നത്. കൈയിൽ ഒതുക്കിപ്പിടിച്ച മുരിങ്ങയിലയുമായാണ് പാർവതി അവരുടെ അടുത്തേക്ക് വന്നത്. മാളു, നീ എപ്പോഴാ വന്നത്? ഞാൻ കുറച്ച് മുരിങ്ങയില പറിക്കാൻ പുറത്തേക്കിറങ്ങിയതാ. മാളു. ചേച്ചിയമ്മ അവളെ നോക്കി വിളിച്ചതും അവനും ആ പേര് തന്റെ ഉള്ളിൽ പതിയെ മന്ത്രിച്ചു. ഞാനിപ്പോ വന്നതേയുള്ളൂ, ടീച്ചറമ്മയെ നോക്കി വന്നതാ. അവൾ പാർവതിയെ നോക്കി മറുപടി നൽകി. പാർവതി അപ്പോഴാണ് വിച്ചുവിനെ ശ്രദ്ധിക്കുന്നത്. വിച്ചു, നീ എന്താ അവളുടെ ചിലങ്കയും പിടിച്ചു നിൽക്കുന്നേ? അവന്റെ കയ്യിലിരിക്കുന്ന അവളുടെ ചിലങ്കയിലേക്ക് നോക്കി പാർവതി ചോദിച്ചു. അത് വെറുതെ നോക്കാൻ, നല്ല ഭംഗി തോന്നി. അവൻ അവൾക്ക് നേരെ ചിലങ്ക നീട്ടിക്കൊണ്ടു പറഞ്ഞു. അവന്റെ പതറിയുള്ള സംസാരം കേട്ട് അവൾ അടക്കിപ്പിടിച്ചൊന്ന് ചിരിച്ചു. മാളു, ഇത് വിശാൽ, വിച്ചു എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, മാധവേട്ടന്റെ അമേരിക്കയിലുള്ള അനിയന്റെ മകനാണ്. ഇന്നലെ വന്നതാ. പിന്നെ വിച്ചു, ഇതാണ് മാളവിക, നമ്മുടെ അപ്പുറത്തെ രാമേട്ടന്റെ വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നതാ. പാർവതി 2 പേർക്കും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. ഈശ്വര, ആളറിയാതെ ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ. എന്റെ ഈ നാക്ക്. അല്ലെങ്കിലും എന്റെ ഭാഗത്തല്ലല്ലോ തെറ്റ്. ഇങ്ങോട്ട് വന്നല്ലേ ഇടിച്ചത്. ഒരു സോറി ഇയാൾക്ക് പറഞ്ഞാലെന്താ പ്രശ്നം? എന്നാലും അത്രയും പറയേണ്ടയില്ല എന്നൊക്കെ സ്വയം ചിന്തിച്ച് കിളി പോയ പോലെ നിൽക്കുകയാണവൾ. മാളു? പെട്ടെന്ന് പാർവതി വിളിച്ചപ്പോഴാണ് മാളുവിന്റെ പാറിപ്പറന്ന് നടക്കുന്ന കിളികൾ കൂടണഞ്ഞത്. മാളു, നിന്നെ എന്താ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ? എന്തുപറ്റി? പാർവതി മാളുവിനെ നോക്കി ചോദിച്ചു. ഇന്നലെ കമ്പനിയിലെത്തിയപ്പോഴേക്കും ലേറ്റായി, അതാ. എന്നാ ചേച്ചിയമ്മേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? മാളു അനുവാദം ചോദിച്ചു. അവര് വന്നിട്ടില്ലേ? ഉണ്ട്, അവൾ പറഞ്ഞു. ഞാൻ വരാം, നീ ചെല്ല്. പാർവതി പറഞ്ഞു. മാളു അവിടെ നിന്നും നടന്നു. അവിടെ നിന്നും നടന്നു നീങ്ങുന്ന അവളിൽ തന്നെയായിരുന്നു അവന്റെ കണ്ണുകൾ. പുറകിലേക്ക് വിടർത്തിയിട്ടിരുന്ന നീളൻ മുടി അവളുടെ ഭംഗി കൂട്ടുന്നുണ്ടായിരുന്നു. നീ വാ, കാപ്പി തരാം. പാർവതി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് കയറി. കൂടെ വിച്ചുവും. പാർവതി വിച്ചുവിനു നേരെ ചൂട് കാപ്പി നീട്ടി. അവനത് വാങ്ങി ചെറുതായി ഒന്ന് ഊതിക്കുടിച്ച് അവിടെ നിന്നു. മാളു എനിക്കൊരു കൂട്ടാ, അധികവും ഇവിടെ വരും. നല്ല കുട്ടിയാ. എനിക്ക് ഡാൻസ് അറിയാമെന്ന് അവൾ അറിഞ്ഞതു മുതൽ പെണ്ണെനിക്കൊരു സമാധാനവും തന്നിട്ടില്ല, അവളെയും പഠിപ്പിക്കണമെന്ന്. കുറേ നാളായി ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട്. അതിനായി ഇത്ര നേരത്തെ അവൾ വന്നത്. മാളുവിന്റെ ഒരു കൂട്ടുകാരി അപർണയും പിന്നെ വേറെ 2 കുട്ടികളുമുണ്ട്. ഇനി അധികം ആരോടും പറയണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ആള് കൂടിയാൽ ഈ വയസ്സായ കാലത്ത് ശരിയാവില്ല. പാർവതി കാപ്പി തിളപ്പിച്ച പാത്രം കഴുകാനായി സിങ്കിലേക്ക് വെക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇത്രയ്ക്ക് കിളവിയൊന്നും ആയിട്ടില്ല എന്റെ ചേച്ചിയമ്മ, ഇപ്പോഴും ചെറുപ്പം തന്നെ. അത് കേൾക്കെ പാർവതിയൊന്ന് പുഞ്ചിരിച്ചു. മതിയട ചെക്ക, രാവിലെ തന്നെ എന്നെ വാരിയത്. നീ എന്ന് ചെന്ന് ഫ്രഷാവ്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവന്റെ കയ്യിൽ നിന്നും ഒഴിഞ്ഞ ഗ്ലാസ് വാങ്ങി കഴുകി
പാർവതി പറഞ്ഞു. വിച്ചു നേരെ അവന്റെ മുറിയിലേക്കും പാർവതി അവരുടെ അടുത്തേക്കുമാണ് നേരെ പോയത്. മുറിയിലെത്തിയ അവൻ കിടക്കയിൽ മലർന്നു. ആ സമയം പുറത്തുനിന്നും കേൾക്കുന്ന ചിലങ്കയുടെ ശബ്ദം അവന്റെ കാതുകളിൽ ഒഴുകിയെത്തിയിരുന്നു.